ബഹുമാനപ്പെട്ട അബ്ദുൽ ലത്തീഫ് മുഹമ്മദൻ ഞങ്ങളുടെ ഉസ്താദ് ശിഷ്യറും നല്ല സ്വഭാവത്തെ ഉടമയും നല്ലൊരു പെരുമാറ്റത്തിൻ്റെ ആളും കൂടിയായിരുന്നു. അയാൾ ഉംറത്തിന് പോയപ്പോൾ കുത്താറ് ഭാഗത്ത് സ്വലാത്ത് നഗറി പള്ളിയിൽ എന്നെ പകരത്തിനെടുത്തി നല്ല സ്വഭാവത്തോടെ എല്ലാ നിലക്കും ഹബീബായ തങ്ങളെയും മറ്റെല്ലാ സ്വലാത്തുമായിട്ടും ഹബീബായ തങ്ങളോട് ഇഷ്ക് വെച്ചുകൊണ്ട് നല്ലോണം ജീവിച്ച ഒരു വ്യക്തിത്വമാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു തആല അവിടുത്തെ ബർസഖിയായ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ജീവിതത്തിൽ ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പൊറുക്കട്ടെ. ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവേ, ജീവിതത്തിൽ ചെയ്ത ഖിദ്മത്തുകൾ പരമേറെ അമലായി കബൂലാക്കണേ റഹ്മാനെ. ആഖിറത്തിലേക്കുള്ള മുതൽ കൂട്ടമാക്കണേ റഹ്മാനെ. ഖബറിടം നീ വിശാലമാക്കണേ റഹ്മാനെ. സന്തോഷിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. അയാളുടെ കുടുംബത്തിന് നീ സമാധാനം നൽകണേ റഹ്മാനെ. അങ്ങനെ ഓർമ്മിപ്പിക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കടമയാണ്. ومن نزلت بساحته المنايا فلا أرض تقيه ولا سماء. ഒരാളുടെ മുറ്റത്ത് മരണമെത്തുമ്പോൾ അതിനെ തടുക്കാൻ ഒരു ആകാശത്തിനോ ഭൂമിക്കോ കഴിയുകയില്ല. എങ്കിലും 100 വയസ്സ് കഴിഞ്ഞ് മരിച്ചാലും 50 വയസ്സ് കഴിഞ്ഞ് മരിക്കുമ്പോഴും
അല്ലെങ്കിൽ ജനിച്ച ഉടനെ മരിക്കുമ്പോഴും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വിഷയമുണ്ട്. ഒരാൾ ജനിച്ചാൽ മരിക്കണമല്ലോ. ആ മരിക്കുമ്പോൾ റാഹത്തോടെ നമ്മുടെ പഴയ ഉസ്താദന്മാരൊക്കെ വേർക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. നല്ല ഒരു സ്ഥലത്ത് നല്ലവരോട് കൂടെ ഉണ്ടാകുമ്പോൾ നല്ല വാക്കുകൾ ചൊല്ലി മരിക്കാൻ തൗഫീഖ് നൽകണം എന്ന് ദുആ ചെയ്യണം. ദുആ ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അബ്ദുൽ ലത്തീഫ് മദനി അഭിവന്യരായ അബൂ സാലിഹ് ഉസ്താദ് ഹഫിളഹുല്ലാഹു വറഅഹ്, അല്ലാഹു അവിടുത്തെ ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. അവിടുത്തെ ശിഷ്യത്വം സ്വീകരിച്ച് കേവലം ഒരു ശിഷ്യൻ എന്നതിലുപരി ഉസ്താദിന്റെ 100% പൊരുത്തം കരസ്ഥമാക്കും. അബ്ദുൽ ലത്തീഫ് മദനി കണ്ടവർ, അനുഭവിച്ചവർ, പരിചയപ്പെട്ടവർ, അവിടുത്തെ ഉസ്താദിന്റെ ആ എളിമ ആ ശിഷ്യരിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടുത്തെ ആ സ്വഭാവം, ആ ഉസ്താദിന്റെ സ്വഭാവം ആ ശിഷ്യരിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ആരുടെ ശിഷ്യനാണ് എന്ന് ചോദിക്കേണ്ടതില്ല, അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ അതിന്റെ ഉത്തരമാണ്. ഏകദേശം 9 വർഷത്തോളം അവിടുത്തെ ശിഷ്യത്വം സ്വീകരിച്ച് വിവിധ മഹല്ലുകളിൽ ദീനിന്റെ ഖിദ്മത്തിന് ഭാഗ്യം ലഭിച്ചു. നൂജി മഹല്ലിലുള്ള ചെറിയവരോട് വലിയവരോട് ആണുങ്ങളോട് പെണ്ണുങ്ങളോട്, ഇപ്പോൾ കുക്കാലി മഹല്ലിലുള്ള ചെറിയവരോട് വലിയവരോട് ആണുങ്ങളോട് പെണ്ണുങ്ങളോട്, അതിൽ സാദാത്തുക്കൾ ഉണ്ടാകാം, ആലിമീങ്ങൾ ഉണ്ടാകാം, ഉമറാക്കൾ ഉണ്ടാകാം, പാവപ്പെട്ടവരുണ്ടാകാം, ആരോട് ചോദിച്ചാലും എല്ലാവർക്കും ലത്തീഫ് മദനി ഉസ്താദിനെ നല്ല അഭിപ്രായമല്ലാതെ വേറൊരു അഭിപ്രായം പറയാനില്ല. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലൂടെ ഒരു മയ്യത്ത് പോവുകയാണ്. ആ മയ്യത്തിനെ കുറിച്ച് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു വജബത്ത് എന്ന മറുപടി പറഞ്ഞു. പിന്നെ ഒരു മയ്യത്ത് പോയി, എല്ലാവരും നല്ല അഭിപ്രായത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു വജബത്ത്. ആദ്യം വജബത്ത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്ത് എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ ഈ ലോകത്തോട് വിവരിച്ചത്, ഒരു മയ്യത്തിനെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞാൽ ആ പറയുന്ന ആൾ മാത്രമല്ല, ആ പറയുന്ന സമൂഹം മാത്രമല്ല, അത് അല്ലാഹു അതിന് ഷാഹിദായി, കോടിക്കണക്കിന് മലക്കുകൾ അതിന് സാക്ഷിയായി. അതുകൊണ്ട് തന്നെ അല്ലാഹു തീരുമാനിച്ചു, മലായികത്തും അർവാഹുകളും എല്ലാവരും ഒരു മയ്യത്തിനെ കുറിച്ച് നല്ല അഭിപ്രായം പറയുമ്പോ വജബത്തിൽ ജന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ കൂടിയ അഭിനന്ദനായ അബൂ സാലിഹ് ഉസ്താദ് അടക്കമുള്ളവർ, അവിടുത്തെ ഒരുപാട് ശിഷ്യന്മാർ ഈ സദസ്സിലുണ്ട്. ഇല്ലാത്ത മറ്റുള്ള ശിഷ്യന്മാരോട് അബ്ദുൽ ലത്തീഫ് മദനി ഉസ്താദിനെ കുറിച്ച് ചോദിച്ചാൽ ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. അവിടുത്തെ സംസാരത്തിനെ കുറിച്ച്, അവിടുത്തെ പെരുമാറ്റത്തിനെ കുറിച്ച്, അവിടുത്തെ ബാക്കിയുള്ള സ്വഭാവങ്ങളെ കുറിച്ച്. ആ സ്വഭാവത്തിന്റെ സർട്ടിഫിക്കറ്റ് ആണ് ആ മനുഷ്യന്റെ മരണം. ഇവിടുത്തെ കുടുംബാംഗങ്ങൾക്ക് താങ്ങാൻ കഴിയാത്തതാണ്. ചെറിയ 2 മക്കൾ ഉസ്താദിന്റെ മുന്നിലേക്ക്, അബ്ദുസലാം തങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോൾ വന്നു. പൊട്ടിക്കരയുന്ന മക്കളെ കാണുമ്പോ സഹിക്കാൻ കഴിയില്ല. അഭിവന്യരായ ത്വാഹ സഅദ് ഉസ്താദിന്റെ ശിഷ്യത്വം സ്വീകരിച്ച കുട്ടി പഠിക്കുന്നു. മരിക്കളത്ത് ഉസ്താദിന്റെ ശിഷ്യത്വം സ്വീകരിച്ചു മറ്റൊരു കുട്ടി പഠിക്കുന്നു. ആ മക്കളെ കാണുമ്പോൾ മനസ്സിനുള്ളിൽ വലിയ പ്രയാസമുണ്ട്. കുടുംബങ്ങളുടെ വിഷമം എത്രയാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഈ പ്രിയപ്പെട്ട അവിടുത്തെ ഭാര്യയോട്, ഈ മക്കളോട്, ഈ കുടുംബാംഗങ്ങളോട് പറയുന്നത് പ്രയാസം വല്ലാതെ ഉണ്ട്. കുടുംബങ്ങൾക്കുണ്ട്, മക്കൾക്കുണ്ട്, ഭാര്യക്കുണ്ട്, ബാക്കിയുള്ളവർക്ക് ഉമ്മക്കടക്കമുള്ളവർക്കുണ്ട്. അവിടുത്തെ അഭിവന്ദരായ ഉസ്താദ് അവர்கள் ഇന്ന് ഈ ഹദറത്തിലേക്ക് വന്നത് മനസ്സ് വേദനിച്ചിട്ടാണ്, കൂടെയുള്ള സുഹൃത്താവ് വന്നത് വേദനിച്ചിട്ടാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും മറുഭാഗത്ത് അദ്ദേഹത്തിന്റെ മരണത്തിന്റെ വിവരം, അദ്ദേഹത്തിന്റെ മരണത്തിന്റെ സന്ദർഭം, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് അള്ളാഹുവിന്റെ പള്ളിയാണ്. ആ പള്ളികളിൽ ഖുർആൻ നിരന്തരമായി നടക്കുകയാണ്, നിസ്കാരം നടക്കുകയാണ്. അങ്ങനെയുള്ള പള്ളിയിൽ, അതും ഒരുപാട് ആലിമീങ്ങളും മഹാന്മാരും ഇമാമത്ത് നിന്ന മെഹ്റാബിന്റെ സ്ഥലത്ത്, അള്ളാഹുവിന്റെ മലക്കുകളിൽ എന്നും നോട്ടം നോക്കുന്ന സ്ഥലത്ത്
അതും ജനങ്ങളെ അള്ളാഹുവിന്റെ വിഷയത്തിലേക്ക് വിളിക്കുന്ന സമയത്ത്, അതും അവസാനത്തെ അദ്ദേഹത്തിന്റെ മനസ്സും ശരീരവും ശബ്ദവും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ വിവരം കേട്ടപ്പോ അങ്ങനത്തെ ഒരു മൗത്ത് കൊതിക്കാത്തവർ ആരാണുള്ളത്? അങ്ങനെയുള്ള മരണം കൊതിക്കാത്തവർ ആരാണുള്ളത്? അത് കണ്ടവർ, അത് അറിഞ്ഞവർ, അത് അനുഭവിച്ചവർ ആ ജനാസയുടെ ഒരു പൂമുഖം കാണാൻ വേണ്ടിയാണ് ഈ പാതിരാ സമയത്തുമെത്തിയത്. നീ അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. ആമീൻ. അദ്ദേഹത്തിന് സന്തോഷം നൽകണം അല്ലാഹ്. ആമീൻ. അദ്ദേഹത്തിന്റെ പാരത്രിക ജീവിതം നിറാഹത്തിലാക്കണം അല്ലാഹ്. ആമീൻ. ജദ്ദിദു ഈമാനക്കും വനബ്ദിലു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. മാഷാ നമ്മുടെ ഹുക്കാജ പള്ളിയിൽ എല്ലാ മജ്‌ലിസും അധികം സാധാരണ മജ്‌ലിസുകളൊക്കെ വരികയും ഉസ്താദന്മാരോട് നല്ല പിരിസത്തിൽ സംസാരിക്കുന്ന ഒരാളാണ്. എന്നും പുഞ്ചിരിയാണ്. നല്ലൊരു സ്വഭാവത്തിൻ്റെ ഉടമ. അദ്ദേഹത്തിൻ്റെ ജീവിതം നല്ലതായതുപോലെ തന്നെ അല്ലാഹു തആലയുടെ ഹളറത്തിലേക്ക് ആ പരിശുദ്ധമായ ബാങ്കിൻ്റെ ധ്വനികളോടുകൂടി അദ്ദേഹത്തിന് യാത്ര തിരിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകി. നല്ലൊരു യാത്ര അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്ത് നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബർ അല്ലാഹു സ്വർഗീയ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും പറഞ്ഞ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ വ്യക്തമായിട്ട് ബാങ്കിലൂടെ ഉരവിട്ടുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ അദ്ദേഹത്തിന് അല്ലാഹു തൗഫീക്ക് നൽകി. അത് അദ്ദേഹത്തിൻ്റെ ജീവിതം പോലെയാണ്. കാരണം ഞാൻ ഒരു വർഷക്കാലം കൊക്കാജലിരിക്കുമ്പോൾ പല സന്ദർഭത്തിലും പല സമയത്തും അദ്ദേഹത്തെ കാണുകയും അദ്ദേഹം ഞാനുമായി ബന്ധപ്പെടുന്ന സമയത്ത് വളരെ സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന നല്ല ഒരാളായിരുന്നു. മാത്രമല്ല എല്ലാ സാധാരണ മജ്‌ലിസുകളിലൊക്കെ അദ്ദേഹം മാസം തോറും കഴിച്ചു വരാനുള്ള കുത്തുബിയത്ത് 3 മാസത്തിനൊരിക്കൽ കഴിച്ചു വരുന്ന ആ കുത്തുബിയത്ത് മജ്‌ലിസിലേക്കും അദ്ദേഹം വരുമായിരുന്നു. അപ്പം നല്ല മജ്‌ലിസുകളൊക്കെ സംബന്ധിക്കുന്ന നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. അൽഹംദുലില്ലാഹ്. അദ്ദേഹത്തിൻ്റെ ആ മരണം കാണുമ്പോൾ വല്ലാത്തൊരു കൊതിയായി പോവുകയാണ്, ഒരു കൊതിച്ചു പോവുകയാണ്. എന്തൊരു റാഹത്ത്! അള്ളാഹുവിൻ്റെ പരിശുദ്ധമാകുന്ന ഭവനമാകുന്ന പള്ളിയിൽ അള്ളാഹുവിൻ്റെ ഇബാദുകൾ, അടിമകളെ പരിശുദ്ധമായ നമസ്കാരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ആ സമയം, അതും എന്താ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന 2 വാക്യം ഉരവിട്ടുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് വലിയൊരു ഭാഗ്യവാനാണ്. അല്ലാഹു തആല അദ്ദേഹത്തെ നമ്മളൊക്കെ അവൻ്റെ സുവലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വല്ലാത്ത വിഷമമായിപ്പോയി കേൾക്കുമ്പോൾ, മരണ വാർത്ത കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമമായിപ്പോയി. കാരണം ഇതുപോലെയുള്ള നല്ല മനുഷ്യന്മാരൊക്കെ മരിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ വല്ലാത്ത വിഷമമാണ്. നല്ലൊരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ആ മുഖമുണ്ടല്ലോ, ആ പുഞ്ചിരിക്കുന്ന മുഖം, അത് ഫോട്ടോത്തിൽ കാണുന്നില്ല, അതായത് എപ്പോഴും അങ്ങനെ ഒരു പുഞ്ചിരിയാണ്. ആലിമീങ്ങളെ സാധാരണക്കാരൊക്കെ കാണുമ്പോൾ ഒരു പുഞ്ചിരി, അത് മനസ്സ് കൽബ് ക്ലിയർ ആയതിൻ്റെ ഒരു അടയാളം കൂടിയാണ്. അള്ളാഹു അദ്ദേഹത്തിന് നല്ല ദറജ അള്ളാഹു ഏറ്റുകൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ. ಎಂತಹ ಸುಂದರ ಅಂತಿಮ ಅಂತ್ಯ. ಹೌದು, ಮನುಷ್ಯನ ಜೀವನದ ಪಯಣಕ್ಕೆ ಒಂದು ಅರ್ಥವಿದ್ದರೆ ಅದು ಆತ ಈ ಲೋಕದಿಂದ ನಿರ್ಗಮಿಸುವ ರೀತಿಯಾಗಿದೆ. ಅಲ್ಲಾಹನ ಪರಿಶುದ್ಧವಾದ ಭವನದಲ್ಲಿ ಅಜಾನ್ ಕರೆಯನ್ನು ಕೊಡುತ್ತಾ ಕಲಿಮತು ಶಹಾದತ್ತನ್ನು ಗಟ್ಟಿಯಾಗಿ ಹೇಳಿ ಮರಣ ಹೊಂದಿದ ಮಹಾ ಸೌಭಾಗ್ಯವಂತ ಅವರೇ ಪ್ರೀತಿಯ ಉಸ್ತಾದರಾದ ಲತೀಫ್ ಮದನಿ ಕುಕ್ಕಾಜೆ. ಉಸ್ತಾದರು ವಿದ್ವಾಂಸ ಬೋಧಕರಾದ, ಜ್ಞಾನದ ಆಗರ ಮಾತ್ರವಲ್ಲದೆ ಎಲ್ಲರೊಂದಿಗೆ ಅತ್ಯಂತ ಸೌಮ್ಯವಾಗಿ ವರ್ತಿಸುತ್ತಿದ್ದ, ಮಾನವೀಯತೆಯ ಆದರ್ಶವನ್ನು ಹೇಳಿಕೊಡುತ್ತಿದ್ದವರಾಗಿದ್ದರು. ಹೊನ್ನಾವರ ಮಸೀದಿಯಲ್ಲಿ ಅಜಾನಿನ ಶಬ್ದದೊಂದಿಗೆ ತನ್ನ ಅಂತಿಮ ಉಸಿರನ್ನು ಬೆರೆಸಿ ಕಲಿಮೆಯ ಸುವಾಸನೆಯೊಂದಿಗೆ ಈ ಲೋಕವನ್ನು ಬಿಟ್ಟು ಅಗಲಿದರು. ಎಂತಹ ಭಾಗ್ಯವಂತರಲ್ಲವೇ ಉಸ್ತಾದರು! ಎಂತಹ ಸುಂದರ ಯಾತ್ರೆ ಅವರದು! ಈ ನಶ್ವರ ಪಯಣಕ್ಕೆ ಹೇಳಿದ ವಿದಾಯದ ಅನುಗ್ರಹಿತವು. ಯಾ ಅಲ್ಲಾಹ್, ಉಸ್ತಾದರಿಗೆ ಸ್ವರ್ಗವನ್ನು ನೀಡಿ ಗೌರವಿಸು, ಉಸ್ತಾದರ ದರಜ ಉನ್ನತಿಗೇರಿಸು, ಅವರ ಕುಟುಂಬಕ್ಕೆ ನೋವನ್ನು ಸಹಿಸುವ ಶಕ್ತಿಯನ್ನು ನೀಡು. ಅದನ್ನು ವಿಷಯ ಆತ್ಮಗಳು
ಮಾತು ಕೇಳಿದ್ದೇನೆ.